മാർച്ച് 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന കടങ്ങളെ സംബന്ധിച്ചാണ്. പ്രധാനമായിട്ടും കൺസ്യൂമർ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന കടം, ഏത് രീതിയിലുള്ള കടമാണ് വർദ്ധിച്ചു വരുന്നത്, എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ വീടുകളിലേക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കടങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഡാറ്റകൾ കാണിക്കുന്നതായിട്ടുള്ളത്. 2021 ജൂൺ മാസത്തിൽ അത് GDP-യുടെ 36.6% മാത്രമായിരുന്നെങ്കിൽ 2024 മാർച്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക്, അതായത് ഏകദേശം 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 41% എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 2024 മുതൽ ജൂൺ 2024 വരെയുള്ള പീരീഡിലേക്ക് പോകുമ്പോൾ 41%-ൽ നിന്നും അത് ഏകദേശം 2%-അടുത്ത് വർദ്ധിച്ചിട്ട് 42.9%-ലേക്ക്, അതായത് 1.9% വർധനവ് കാണാൻ വേണ്ടി വരുന്നത്. അതായത് കടം വർദ്ധിച്ചു വരുന്നു, ആൾക്കാർ കൂടുതലായിട്ട് കടമെടുക്കുന്നു എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ്. ഈവൻ ദോ നമ്മൾ മറ്റ് എമേർജിംഗ് എക്കണോമീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കടമെടുക്കുന്നത് കുറവാണെങ്കിൽ പോലും ഇത്തരത്തിൽ കടമെടുക്കുന്നു എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയി പറയുന്നത്, നമ്മൾ എടുക്കുന്ന കടം, അതായത് ബാങ്കുകളിൽ നിന്നും മറ്റുമൊക്കെ എടുക്കുന്ന കടം നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത്തരത്തിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു നല്ല കടമാണ്. കാരണം അവർ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു, അത് വെച്ച് ഈ കടം തിരിച്ചടക്കാൻ പറ്റും. അതിനു പകരം ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. വസ്ത്രങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനും മറ്റ് ജീവിത ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കടം എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നത്. RBI നിലവിൽ പറയുന്നത് വെച്ചാൽ, നിലവിൽ പ്രധാനമായിട്ട് ബോറോയിങ് ചെയ്യുന്നതെല്ലാം പ്രൈം ബോറോവേഴ്സ് ആണ്. ആരാണ് പ്രൈം ബോറോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടം തിരിച്ചടക്കാൻ സാധ്യതയുള്ള ലോ ക്രെഡിറ്റ് റിസ്ക് ഉള്ള ആൾക്കാരെയാണ് പ്രൈം ബോറോവേഴ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് സബ് പ്രൈം ബോറോവേഴ്സ്, അതായത് കടം തിരിച്ചടക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ അവർ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ബോറോയിങ് ഹൈ റേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അസറ്റ് ക്രിയേഷൻ ഒക്കെ വേണ്ടി തന്നെ ആയിരിക്കും ഇവരെ കടമെടുക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും പല ലോവർ ഇൻകം ഹൗസ് ഹോൾഡും ബോറോ ചെയ്യുന്നുണ്ട് കൺസംഷന് വേണ്ടിയിട്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഹൈ ഡെപ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നോൺ അസറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഹൈ ഡെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പൈസ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം, ഇന്ത്യയിൽ പേഴ്സണൽ ലോണുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ലോവർ ഇൻകം ഹൗസ് ഹോൾഡുകൾ, പ്രത്യേകിച്ചും ആ ഒരു വിഭാഗത്തിലുള്ള ഫൈനാൻഷ്യൽ സ്ട്രെസ്സിനെ കൂടിയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോണുകൾ ഭൂരിഭാഗം ലോവർ ഇൻകം ഗ്രൂപ്പുകളിലേക്ക് അവരുടെ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ റിസ്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഇതൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് പോകാം, അതുവഴി ഒരുപാട് ആൾക്കാർ ഡീഫോൾട്ട് ചെയ്യാം, പണം തിരിച്ചടക്കാത്ത അവസ്ഥയിലേക്ക് വരാം, ലോണുകൾ തിരിച്ചടക്കാത്ത അവസ്ഥയിലേക്ക് വരാം. ഇത് അൾട്ടിമേറ്റ്ലി ബാങ്കുകളെയും മറ്റ് ലോൺ നൽകുന്ന സ്ഥാപനങ്ങളെയും ബാധിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ റൈസിങ് കൺസ്യൂമർ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിന് കൃത്യമായിട്ട് അത് സ്പെൻഡിങ് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് അത് എക്കണോമിയിലേക്ക്, ഈ ഒരു ഇൻകം മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ എഫക്റ്റിലേക്ക് പോകുന്നില്ല. ഇത് ഓവറോൾ ഈവൻ ദോ നമ്മൾ എക്കണോമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാലും അത് എക്കണോമിക് ഗ്രോത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസംഷൻ ലോണുകൾ എക്കണോമിക്ക് അത്ര ബെനിഫിഷ്യൽ അല്ല, അത് മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കില്ല എക്കണോമിയിൽ കൂടുതൽ റീഇൻവെസ്റ്റ്മെന്റുകൾ നടക്കില്ല എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്ലയർ എഫക്റ്റ് നടക്കുകയെന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന പണം വീണ്ടും എക്കണോമിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് മൾട്ടിപ്ലയർ എഫക്റ്റിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ലോവർ ഇൻകം ഹൗസ് ഹോൾഡുകൾ, അവർ ഓൾറെഡി കടക്കെണിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്, അവരവരുടെ സ്പെൻഡിങ് ഒക്കെ കുറച്ച് ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പോയെങ്കിൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല എങ്കിൽ ഇത് കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ RBI പ്രധാനമായിട്ടും പറയുന്നത്, പ്രൈം ബോറോവേഴ്സ് കടമെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവരെന്തായാലും തിരിച്ചടക്കും, പക്ഷേ കൺസംഷൻ ലോണുകളും അൺസെക്യൂർഡ് ഡെപ്റ്റുകളും പരമാവധി കൺട്രോൾ ചെയ്യേണ്ടതായിട്ട്, ഇല്ലെങ്കിൽ അത് എക്കണോമിയെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുകൂടി RBI പറയുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തതായിട്ട് പുതിയ ഇമിഗ്രേഷൻ ബില്ല് പാർലമെന്റ് ലോക്സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിലവിലുള്ള 4 എക്സിസ്റ്റിംഗ് ലോസിനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ലാണ്. അപ്പോൾ ഈ ഒരു ബില്ല് കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിലവിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 4 നിലവിലുള്ള ലോസ്: ഫോറിനേഴ്സ് ആക്ട്, പാസ്പോർട്ട് എൻട്രി ഇൻ ടു ഇന്ത്യ ആക്ട്, രജിസ്ട്രേഷൻ
ഓഫ് ഫോറിനേഴ്സ് ആക്ട്, ഇമിഗ്രേഷൻ, കാരിയേഴ്സ് ലയബിലിറ്റി ആക്ട് എന്നീ 4 ആക്ടുകളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പുതിയ ആക്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബില്ലാണ് ലോകസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് വിസിറ്റിംഗ് ഫോറിനേഴ്സിന്റെ മേലെയുള്ള റൂൾസിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് വളരെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പെനാൾട്ടീസും ഈ ഒരു ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ബില്ലിലെ സെക്ഷൻ 16 പ്രകാരം ബേർഡൻ ഓഫ് പ്രൂഫ് ഇൻഡിവിജ്വൽസിന്റെ മുകളിലാണ് ചുമത്തപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഒരു ഫോറിനേഴ്സിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള യാത്രാരേഖകൾ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് യാത്രാരേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ ഹാജരാക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പോലുള്ള നിയമങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് ചുമത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതായത് അയാൾ ഇന്നസെന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അയാളുടെ മുകളിലാണ് എന്നുള്ളതാണ്, സ്റ്റേറ്റിന്റെ മുകളിലല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടാതെ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. നേരത്തെ ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ നിലവിൽ അതുമാത്രമല്ല, ഈ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലുള്ള ആൾക്കാർ, അതായത് ഹോസ്റ്റ്, ഇന്ത്യക്കാരായിട്ടുള്ള ഹോസ്റ്റുകളും അവരും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോം ഓണേഴ്സും അവരെല്ലാം തന്നെ ഫോറിൻ ഗസ്റ്റുകൾ താമസിക്കുന്ന വിവരം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ഇത് ബില്ലിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് കാണാൻ വേണ്ടി വരും. അതേപോലെ തന്നെ കാരിയേഴ്സ്, അതായത് എയർലൈൻസോ ഷിപ്പിംഗ് കമ്പനീസോ ഒക്കെ അവരുടെ യാത്രകൾക്കിടയിലാണ് ഒരാൾ കൃത്യമായിട്ടുള്ള യാത്രാരേഖകളൊന്നും ഇല്ലാതെയാണ് വരുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തിരിച്ച് അയക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഒരു കാരിയേഴ്സിന്, ആ വിമാന കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെയാണെന്നും ഈ ഒരു പുതിയ ബില്ലിൽ പറയുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഏതൊക്കെ ബില്ലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്, എന്താണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ഡിസ്കഷൻ നടക്കുവാണ്. അപ്പോൾ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ രാജ്യസഭാ മെമ്പറും ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം ഈ ഒരു 3 മണിക്കൂർ നടന്നിട്ടുള്ള ജോയിന്റ് കമ്മിറ്റിയുടെ റിവ്യൂവിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞ ഈ ലൂപ്പ് ഹോൾസിനെ കുറിച്ച്, ഈ ഒരു ബില്ലിലുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്, അതുപോലെ രാജ്യസഭ MP ആണ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹം സൈമൾട്ടേനിയസ് ഇലക്ഷൻ പോളിലെ ബില്ലിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകിച്ചും എപ്പോൾ ഇലക്ഷൻ നടത്തണം, അതായത് ഇലക്ഷൻ ഷെഡ്യൂൾ സംബന്ധിച്ച് വലിയ അധികാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയുടെ 129ാമത്തെ അമെൻമെന്റ് ബില്ല് 2024 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബില്ല് പ്രകാരം ഇലക്ഷൻ കമ്മീഷന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടത്താനുള്ള അധികാരം നൽകുകയാണ് ലോകസഭയിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ സെക്ഷൻ 82(5)(a) ക്ലോസ് 4 ഇലക്ഷൻ കമ്മീഷന് അസംബ്ലി ഇലക്ഷൻസ് ഡിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റും വിത്തൗട്ട് എ ഡെഡ് ലൈൻ. അതായത് ഒരു ഇലക്ഷൻ നമ്മൾ ഡിലേ ചെയ്യാൻ പറ്റും, എപ്പോൾ നടത്തണം എന്ന് പറയേണ്ട ഉത്തരവാദിത്തം പോലുമില്ല. ഇതൊരു ആർബിട്രറി പവർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അതായത് ഇലക്ഷൻ കമ്മീഷന് ഒരു അൺചെക്ഡ് ആയിട്ടുള്ള അതോറിറ്റി നൽകുന്ന ഒരു ബില്ലാണ് എന്നുള്ളത് പറയുന്നത്. ഉദാഹരണത്തിന് 1991 ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് MP ആയിട്ടുള്ള മനീഷ് തിവാരി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 1991 പഞ്ചാബ് ഇലക്ഷൻ നടന്നപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ വേണ്ടി തയ്യാറേ ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അത്തരം ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇവിടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള UU ലളിതും അദ്ദേഹവും ഇത് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിന്റെ കൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഒക്കെ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ചാലഞ്ചിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല, കാരണം ബില്ലിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർലമെന്ററി പാനൽ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിക് ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും, നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർക്കും സംഘടനകൾക്കും എല്ലാം തന്നെ ഇവയുടെ മേലെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള അവസരം നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ യൂറിനിൽ നിന്നും, അതായത് മൂത്രത്തിൽ നിന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂറിയ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. യൂറിൻ എന്ന് പറയുന്നത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, നൈട്രജൻ തുടങ്ങി ഒരുപാട് റിച്ച് ആയിട്ടുള്ള മിനറൽസ് ഉണ്ട്. ഇതെല്ലാം തന്നെ പ്ലാന്റ് ഗ്രോത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പശുവിൻ്റെയും മറ്റുമൊക്കെ മൂത്രമൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റിസർച്ചേഴ്സ് അതിൽ നിന്നും, ഈ ഒരു യൂറിനിൽ നിന്നും യൂറിയ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ, സോളിഡ് ഫോമിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്നാണ് വാർത്തയിൽ പറയുന്നതായിട്ടുള്ളത്. ഇതിനവർ ഇലക്ട്രോ കെമിക്കൽ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് കാർബൺ ബേസ്ഡ് കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് യൂറിനിൽ നിന്നും
കൺവേർട്ട് ചെയ്തിട്ട് പെർ കാർബമൈഡ് എന്ന് പറയുന്ന കോമ്പോണന്റ് ആക്കി മാറ്റുന്നത്. ഇത് ക്രിസ്റ്റലൈൻ സോളിഡ് രൂപത്തിലുള്ള വാല്യുബിൾ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോമ്പോണന്റ് ആണ് പെർ കാർബമൈഡ് എന്ന് പറയുന്നത്. ഇത് മെല്ലെ മെല്ലെ ആക്റ്റീവ് ഓക്സിജനെ റിലീസ് ചെയ്യും, അതായത് മെല്ലെ മെല്ലെ നൈട്രജനെ റിലീസ് ചെയ്യപ്പെടുകയും ഇത് കെമിക്കൽ റിയാക്ഷൻ അതൊരു ഫെർട്ടിലൈസറിനെ പോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 100% എക്സ്ട്രാക്ഷൻ പ്യൂരിറ്റിയോടുകൂടി അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇത് അഗ്രികൾച്ചർ റിസോഴ്സിനും മറ്റുമൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു പി സൈക്ലിംഗ് ഫോർ സസ്റ്റൈനബിൾ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്, യൂറിൻ എന്ന് പറയുന്നത് വളരെ റിച്ച് ഇൻ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ ആവശ്യത്തിന് വളരെ എക്സലന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ യൂറിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് സോളിഡ് പെർ കാർബമൈഡ് ആക്കാൻ മാറ്റാൻ പറ്റുന്നു എന്നുള്ളത് മെല്ലെ മെല്ലെ നൈട്രജനെ റിലീസ് ചെയ്യും. ഒരു ഫെർട്ടിലൈസറിനെ പോലെ തന്നെ നൈട്രജനെ റിലീസ് ചെയ്യും. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. ഇത് നൈട്രജൻ സൈക്കിളിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കി മാറ്റുകയും ന്യൂട്രിയൻസിനെ വളരെ വേഗത്തിൽ സോയിലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി വഴി നമുക്ക് സിന്തറ്റിക് ഫെർട്ടിലൈസറിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡുകളിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള പെർ കാർബമൈഡ് എന്ന് പറയുന്നത് റൂട്ട് റെസ്പിറേഷനെയും പരമാവധി പ്രൊമോട്ട് ചെയ്യും, അതായത് പ്ലാന്റ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് യൂറിനെ വേസ്റ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ യൂറിനെ റീസൈക്കിൾ ചെയ്യുന്നു, അതുവഴി വേസ്റ്റിലേക്ക് മാറ്റുന്നു എന്നുള്ളത് സോയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ സിന്തറ്റിക് ഫെർട്ടിലൈസറിന്റെ ഉപയോഗം കുറക്കാനും സഹായിക്കും. കൂടാതെ വെള്ളത്തിന്റെ ഉപയോഗം കുറക്കാനും പറ്റും. കാരണം അർബൻ വേസ്റ്റ് വാട്ടറിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു സർക്കുലർ എക്കണോമീനെ സഹായിക്കുന്നതാണ്, ടേണിംഗ് വേസ്റ്റ് ഇൻറ്റു വാല്യുബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. റിസർച്ചേഴ്സ് ഇതിനു മേലെ കൂടുതൽ ട്രീറ്റ്മെന്റുകൾ, പ്രത്യേകിച്ചും യൂറിനിൽ നിന്ന് മാത്രമല്ല ഇനി വേസ്റ്റ് വാട്ടറിൽ നിന്നും ഇത്തരത്തിലുള്ള റിക്കവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട റിസർച്ച് ചെയ്യുകയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, എന്തുകൊണ്ടാണ് US-ൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്രൂഡ് ഓയിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്ത്യ കുറച്ച് കൺട്രീസിന്റെ മേലെയാണ് ക്രൂഡ് ഓയിലിന് മേലെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് വൾണറബിലിറ്റി ഉള്ളതാണ്. കാരണം കുറച്ച് രാജ്യങ്ങളുടെ മേലെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ക്രൂഡ് ഓയിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ചിലപ്പോൾ ഇന്ത്യക്ക് മേലെ ഒരു കൺസേൺ ആയിട്ട് മാറാം. കാരണം ഏതെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇന്ത്യയുടെ എനർജി സപ്ലൈയെ ബാധിക്കാം, അതുപോലെ പ്രൈസ് വോളറ്റിലിറ്റി ആകാം. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത്, കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എനർജി കളക്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള റെസിലിയന്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കാൻ അത്യാവശ്യമാകും. കാരണം ഏതെങ്കിലും ഒരു സിംഗിൾ സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് വലിയൊരു റിസ്ക് ആണ് എന്ന് പറയാൻ വേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ ഓയിൽ പ്രൈസസുകൾ വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ മാനേജ് ചെയ്യാനും ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസും സ്റ്റേബിൾ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ലോങ് ടേം ആയിട്ടുള്ള എനർജി സെക്യൂരിറ്റി സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ലോങ് ടേം ആയിട്ടുള്ള എനർജി സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ പ്രധാനമായിട്ടും ക്ലീൻ എനർജിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതേസമയത്ത് എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഇന്ന് ക്രൂഡ് ഓയിലിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാറുള്ളത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്നുള്ളതാണ്. എന്നാൽ റഷ്യയിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന്റെ 40% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ US-ൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 2,21,000 BPD ആയിരുന്നെങ്കിൽ 3,57,000 2024 വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും സൂറിനെയിൽ നിന്നും കാനഡയിൽ നിന്നും ഗുയാനയിൽ നിന്നൊക്കെ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. 2023-24 ഇന്ത്യ ഏകദേശം 234 മില്യൺ ടൺസ് ഓഫ് ക്രൂഡ് ഓയിൽ ആണ് ഇമ്പോർട്ട് ചെയ്തത്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ ഉപയോഗത്തിന്റെ 88% നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റിയും അതുപോലെ പ്രൈസ് സ്റ്റെബിലിറ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യ ക്രൂഡ് ഓയിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറക്കാനും അതേസമയത്ത് ക്ലീനർ എനർജി സോഴ്സ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി LNG ബയോഫ്യൂൽസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുവഴി നമ്മൾ ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള സോളാർ, വിൻഡ്, ഹൈഡ്രോ പവറിന്റെ മേലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിന് കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അതുവഴി ഇന്ത്യ മെല്ലെ ആ ഒരു എനർജി ട്രാൻസിഷൻ പാത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
കൂടാതെ പെട്രോളിലും ഇപ്പോൾ എഥനോൾ ബ്ലെൻഡിങ് നടത്തുന്നുണ്ട്. E20 എന്ന് പറയുന്ന പെട്രോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മിക്ക പെട്രോൾ പമ്പുകളിലും അവൈലബിൾ ആണ്. അതുപോലെ കംപ്രസ്ഡ് ആയിട്ടുള്ള ബയോഗ്യാസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. ഇതെല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ഡിപെൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ US, റഷ്യ, അതുപോലെ തന്നെ ബ്രസീൽ, കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എനർജി സപ്ലൈ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുമ്പോൾ കുറച്ചുകൂടി ക്ലീനർ ആയിട്ടുള്ള ഫ്യൂൽസിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അമേരിക്കയിൽ നിന്ന് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കീ എനർജി പാർട്ട്ണർ തന്നെയാണ്. ഏകദേശം 15 ബില്യൺ ടു 25 ബില്യൺ ഡോളറിനടുത്ത് എനർജി എക്സ്പോർട്സുകൾ നടത്തുന്നുണ്ട്. US എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെയും LNGയുടെയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെയും പെട്രോളിയം പ്രൊഡക്ട്സുകളുടെയും ഒരു പ്രധാനപ്പെട്ട സപ്ലയർ ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. ഗ്ലോബൽ LNG സപ്ലൈയിൽ USന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇന്ത്യക്ക് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എനർജി ട്രാൻസിഷനിലേക്ക് USന്റെ സപ്പോർട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ USഉം ഇന്ത്യയും എനർജി കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ബൈലാറ്ററൽ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് USന്റെ സപ്പോർട്ടോടുകൂടി സാധിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇത് വിഷയത്തിലേക്ക് വരാൻ ട്രേഡ് താരിഫുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും USഉം തമ്മിലുള്ള ട്രേഡ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ആണ്. അപ്പോൾ ആ ഒരു ട്രേഡ് സർപ്ലസിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ US ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. കാരണം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഫേവറിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, ഈ ഒരു പിക്ചർ ഓഫ് ദി വീക്ക് ബേർഡ്സ് ഓഫ് ദി ഫെദർ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ്. ആക്ച്വലി പെലിക്കൻ പക്ഷിയെ സംബന്ധിച്ചുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വാർത്ത, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. പെലിക്കൻസ് എന്ന് പറയുന്നത് ഈ ഒരു പക്ഷിയാണ്. അതായത് ജീനസ് ഓഫ് ലാർജ് വാട്ടർ ബേർഡ്സ്, വെള്ളത്തിലൊക്കെ കാണുന്ന വലിയ പക്ഷികളെയാണ് പെലിക്കൻസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. പെലിക്കനേഡിയെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടാണ്. ലാർജ് വാട്ടർ ബേർഡ്സ് ആണ്. ഇത് ലോങ് ആയിട്ടുള്ള വളരെ നീളത്തിലുള്ള കൊക്കുകളും വലിയൊരു ത്രോട്ട് പൗച്ചസും, ഇവിടെ കഴുത്തിന്റെ അടുത്ത് ഒരു ത്രോട്ട് പൗച്ചസ് ഒക്കെ ഉണ്ട്. ഇത് പ്രധാനമായിട്ടും ഫിഷസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഹൈലി സോഷ്യൽ ആയിട്ടുള്ള ബേർഡ്സ് ആണ്. കോളനികളായിട്ട് കുറെ പക്ഷികൾ ഒന്നിച്ചാണ് ജീവിക്കാറുള്ളത്. ഇവ കാർണിവോർസ് ആണ്. പ്രധാനമായിട്ട് ഫിഷിനെയാണ് ഈറ്റ് ചെയ്യുക. ഇത് കൂടാതെ ആംഫിബിയൻസിനെയും ക്രസ്റ്റേഷ്യൻസിനെയും ഇൻസെക്ട്സുകളെയും ബേർഡ്സും സ്മോൾ മാമൽസിനെയും ഒക്കെ ഇവ ഭക്ഷിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഏകദേശം 8ഓളം ലിവിംഗ് പെലിക്കൻ സ്പീഷീസുകൾ ഇന്നുണ്ട്. അപ്പോൾ ഇത് ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പിങ്ക് പാക്ഡ്, സ്പോട്ട് ബിൽഡ്, ദാൽമേഷ്യൻ, ഗ്രേറ്റ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്റാർട്ടിക്ക ഒഴികെ മറ്റുള്ള എല്ലാ കോണ്ടിനെന്റ്സിലും നമുക്ക് ഈ ഒരു പെലിക്കൻ പക്ഷികളെ കാണാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും കോസ്റ്റൽ അതുപോലെ ഇൻലാൻഡ് വാട്ടേഴ്സ് ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്, ലേക്സ് ആൻഡ് റിവേഴ്സ് എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പോൾ പെയിന്റഡ് സ്റ്റോർക്ക് എന്ന് പറയുന്നത് ഒരു പെലിക്കൻ പക്ഷിയാണ്. ഇതൊരു ലാർജ് ബേർഡ് ഇൻഹാബിറ്റിംഗ് പെയിന്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു പക്ഷിയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറ്റ്ലാൻഡുകളിൽ കാണുന്നതാണ്. അപ്പോൾ ഇത് പിങ്ക് ഫൈറ്റ് ഫെദേഴ്സ് കാണാൻ പറ്റും, വൈറ്റ് ബോഡി, അതുപോലെ ബ്ലാക്ക് മാർക്കിങ്സ് കാണാൻ പറ്റും. ഇത് പ്രിഡോമിനൻ്റ്ലി നോൺ മൈഗ്രേറ്ററി ആയിട്ടുള്ള ഒരു ബേർഡ് ആണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് ലോക്കൽ മൂവ്മെന്റ്സ് ആണ്, വളരെ സോഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. നിയർ ത്രെട്ടൻഡ് ആൻഡ് സ്റ്റാർട്ട് ഷെഡ്യൂൾ 2 ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്നതാണ്. സൈറ്റ്സ് പ്രകാരം അപ്പൻഡിക്സ് 2 ഉൾപ്പെടുന്ന ഒരു പക്ഷിയാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത പസഫിക് ഓഷ്യൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ്. പസഫിക് ഓഷ്യൻ ജിയോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പസഫിക് ഓഷ്യന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. മിക്സഡ് സെമി ഡൈഏണൽ ടൈഡ്സ്, സീലാൻഷ്യ എന്നുള്ളത്, അതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയർ, അമാഷ്യ, ഈ വേർഡുകളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇതെല്ലാം പസഫിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമുദ്രമാണ്. പസഫിക് ഓഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സൈഡിൽ ഏഷ്യയുടെ കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ ഈ സൈഡിൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഉണ്ട്. അപ്പോൾ റഷ്യയുടെ കോണ്ടാക്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. നോർത്ത് പസഫിക് ഓഷ്യനെ ഒരു പ്ലാസ്റ്റിക് ട്രാഷ് പ്രോബ്ലം നേരിടുന്ന ഓഷ്യൻ ആയിട്ടാണ്. നോർത്ത് പസഫിക് ഓഷ്യനിലെ ഒരുപാട് പ്ലാസ്റ്റിക് കോമ്പോണന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്നാണ് വിളിക്കാറുള്ളത്. ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേക്കഡ് ഐയോട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് വളരെയധികം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ മാർജിൻസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈഡൽ ഫിനോമിനാസ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു കാര്യമായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ ഒരു നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ മാർജിൻസിലാണ് മിക്സഡ് സെമി ഡൈഏണൽ ടൈഡ്സ് കാണുന്നതായിട്ടുള്ളത്. അതായത് ഒരേ ദിവസം തന്നെ 2 ഹൈ ടൈഡുകളും 2 ലോ ടൈഡുകളും ഉണ്ടാവും, അതും ഡിഫറെന്റ് ഹൈറ്റിൽ എന്നുള്ളതാണ് ഈ ഒരു മിക്സഡ് സെമി ഡൈഏണൽ ടൈഡ്സ് എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അത് നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് പസഫിക് ഓഷ്യനിൽ കാണുന്നതാണെന്ന് ഓർത്ത് വെക്കാം. മറ്റൊന്നാണ് സീലാൻഷ്യ എന്ന് പറയുന്നതായിട്ടുള്ളത്.
ഈ സീലാൻഷ്യ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസിലൻഡിന്റെ ഭാഗത്തുള്ള കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഭാഗം ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ലാർജസ്റ്റ് നോൺ മൈക്രോ കോണ്ടിനെന്റ് ആണ്, വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കോണ്ടിനെന്റൽ റീജിയൻ ആണ്. അപ്പോൾ മാവോറി വിഭാഗം പീപ്പിൾ ഇതിനെ തിറിയു മൗറി മൗയി എന്നൊക്കെയാണ് വിളിക്കാറ്. സീലാൻഡ്യ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത് ഓർത്ത് വെക്കുക. അതായത് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മൈക്രോ കോണ്ടിനെന്റ് ആണ് സീലാൻഡ്യ എന്നുകൂടി ഓർത്ത് വെക്കുക. പസഫിക് ഓഷ്യനിലാണ്. അടുത്തത് റിംഗ് ഓഫ് ഫയർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, UPSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യന് ചുറ്റുമായിട്ട് കാണുന്ന എ ലാർജ് നമ്പർ ഓഫ് വോൾക്കാനോസ് ആണ്. ഒരു ബെൽറ്റ് ഓഫ് വോൾക്കാനോസ് ആണെന്ന് പറയാൻ പറ്റും. പസഫിക് ഓഷ്യനെ എൻസർക്കിൾ ചെയ്യുന്ന ഒരു വോൾക്കാനിക് ഇതാണ്. അതായത് ഭൂമിയിൽ കാണുന്ന വോൾക്കാനുകളുടെ ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ നടക്കുന്ന എർത്ത് ക്വേക്കുകളുടെ 90% എർത്ത് ക്വേക്കുകളും ഈ ഒരു റിംഗ് ഓഫ് ഫയർ പ്രദേശത്താണ് കാണുക എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്താണ് എമാഷ്യ എന്ന് പറയുന്നതാണ്. എമാഷ്യ എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ വികസിക്കുകയും പസഫിക് ഓഷ്യൻ ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു പുതിയ സൂപ്പർ കോണ്ടിനെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. ഈ സൂപ്പർ കോണ്ടിനെന്റിനാണ് എമാഷ്യ എന്ന് വിളിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അമേരിക്കയും ഏഷ്യയും ചേർന്നുകൊണ്ടുള്ള സൂപ്പർ കോണ്ടിനെന്റ് ആണ് എമേഷ്യ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു പസഫിക് ഓഷ്യൻ ഇങ്ങനെ ചുരുങ്ങി 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 വന്നിട്ട് ഈ രണ്ട് കോണ്ടിനെന്റുകളും, അതായത് ഇപ്പുറത്തെ ഏഷ്യൻ കോണ്ടിനെന്റ്, ഏഷ്യ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്, ഈ ഒരു സൈഡിൽ നോർത്ത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്, ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് എമേഷ്യ എന്ന് പറയുന്ന ഒരു പുതിയ കോണ്ടിനെന്റ് രൂപപ്പെടും എന്നാണ് കരുതുന്നത്. ഈ ഒരു പ്രപ്പോസൽ ലാൻഡിന്റെ പേരാണ് എമേഷ്യ എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ പസഫിക് ഓഷ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് കീ ടാഗ് നെയിംസ് ആണ് ഓർത്തു വെക്കേണ്ടതായിട്ട് ഉള്ളത്. അടുത്തൊരു വാർത്ത, ഈ ഒരു റഷ്യയുമായിട്ട് 30 ദിവസത്തെ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് ഉക്രൈൻ എഗ്രി ചെയ്തു എന്നുള്ളതാണ്. US ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ട ടോക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സമാധാന ചർച്ചകൾ പോസിറ്റീവായിട്ട് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വാർത്തയാണ്, അപ്ഡേറ്റ് ആണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കാനഡയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നടക്കുന്നത്. നമ്മൾ പുതിയ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ കാനഡയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മെച്ചപ്പെടുത്തുന്ന ഇന്ത്യൻ ഹൈ കമ്മീഷണറെ പുനഃസ്ഥാപിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. എങ്കിലും ഈ ഒരു ഖലിസ്ഥാനി വിഷയങ്ങൾ വീണ്ടും വീണ്ടും വാർത്തകൾ വരും എന്ന് തന്നെയാണ് കരുതുന്നതായിട്ടുള്ളത്. അടുത്തത് മൗറീഷ്യസിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. മൗറീഷ്യസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രെങ്തൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. ഈ ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.